നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുള്ള 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ അതിപ്രധാനമായിട്ട് നിൽക്കുന്ന ഒന്നാണ് ആലപ്പുഴ. CPM-നെ സംബന്ധിച്ചിടത്തോളം അവിടെ അഭിമാന പോരാട്ടമാണ്. 2019 UDF-ൻ്റെ ഒഴുക്കിൽ പിടിച്ചു നിൽക്കാനായിട്ട് മാത്രം സാധിച്ച ഒരു മണ്ഡലമാണ്. അതും വെറും 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആരിഫ് പാർലമെൻറ്റിൽ എത്തിയത്. അത് നിലനിർത്തണം. അതിനോടൊപ്പം കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു വാശിയിലാണ് CPM. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ആലപ്പുഴയിൽ ഇക്കുറി എന്തായാലും മത്സരത്തിന് വീറും വാശിയും കൂടും എന്നുള്ളത് ഉറപ്പാണ്. വിപ്ലവം വിതച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കരുത്താർജിച്ച മണ്ണാണ് ആലപ്പുഴ. എന്നാൽ പാർലമെൻറ്റിലേക്കുള്ള വോട്ടിൻ്റെ കാര്യം എന്നും ഇടതുപക്ഷത്തെ മുറുകെ പിടിച്ച പാരമ്പര്യം മണ്ഡലത്തിനുണ്ടായിട്ടില്ല. നിയമസഭയിലേക്ക് പലപ്പോഴും ഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ആലപ്പുഴ ഡൽഹിയിലേക്ക് ഇരു കക്ഷികളെയും മാറി മാറി അയച്ചതാണ് ചരിത്രം. 2009-ലും 2014-ലും KC വേണുഗോപാൽ ജയിച്ച സീറ്റ് അദ്ദേഹം മാറി ഷാനിമോൾ ഉസ്മാനിലെത്തിയപ്പോൾ UDF-ന് കൈവെടിയുകയായിരുന്നു മണ്ഡലം. ആ മണ്ഡലം ഇനിയിപ്പോൾ നിലനിർത്തുക എന്നുള്ളതും CPM-നെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം തിരികെ പിടിക്കുക എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കോൺഗ്രസ് ഇതുവരെയും സ്ഥാനാർത്ഥികളെ തീർച്ചപ്പെടുത്തിയിട്ടില്ല. KC വേണുഗോപാൽ തന്നെ വീണ്ടും വരും എന്നും പറയുന്നുണ്ട്. അതിനോടൊപ്പം രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ നിന്ന് ആലപ്പുഴയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലെ 6 മണ്ഡലങ്ങളും കൊല്ലം ജില്ലയിലെ 1 മണ്ഡലവുമാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളത്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി എന്നീ മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം. ഇവിടെ ഇക്കുറി മത്സരം അല്പം ശക്തമേറും അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോകും എന്നുള്ള ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായാൽ പോലും. കാരണം CPM-ൻ്റെ സ്ഥാനാർത്ഥി വളരെ നേരത്തെ തന്നെ തീർച്ചപ്പെടുത്തിയതാണ്. സിറ്റിംഗ് MP ആയ ആരിഫ് തന്നെയാണ്. BJP-യുടെ സ്ഥാനാർത്ഥി രംഗപ്രവേശം ചെയ്തതോടുകൂടിയാണ് ആലപ്പുഴയുടെ ചിത്രം മാറിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ആരും തന്നെ ഒരു മാധ്യമങ്ങളും നേരത്തെ തന്നെ പ്രവചിക്കാത്ത തരത്തിൽ BJP ഒരു വലിയ നീക്കമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ, BJP-യിലെ തീപ്പൊരിയായ ശോഭാ സുരേന്ദ്രനെ ഇറക്കിയിരിക്കുകയാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ ഏത് മണ്ഡലത്തിലേക്ക് വരുന്നോ അവിടെ BJP-യുടെ വോട്ട് നിലവാരം ഉയർത്തിയിട്ടേ ഉള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ആറ്റിങ്ങൽ മണ്ഡലം. ആറ്റിങ്ങലിലെ അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോയി സമ്പത്തും അടൂർ പ്രകാശും ശോഭാ സുരേന്ദ്രനും. ഇത് BJP-യുടെ വോട്ട് നില വളരെയധികം മെച്ചപ്പെടുത്താനായിട്ട് സാധിച്ചു. ഭാവിയിലെ ആറ്റിങ്ങൽ BJP-യുടെ കൈകളിൽ എത്തിക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടൽ കേരള നേതൃത്വത്തിനും പ്രത്യേകിച്ച് കേന്ദ്ര നേതൃത്വവും മനസ്സിലാക്കി. അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രി V മുരളീധരൻ നേരത്തെ തന്നെ ആറ്റിങ്ങൽ അങ്ങ് എടുത്തത്. ശോഭാ സുരേന്ദ്രന് നോട്ടമുള്ള മണ്ഡലമായിരുന്നു. കേരളത്തിലെ BJP-യിലെ പടലപ്പിണക്കവും തമ്മിൽ പോരും കാരണം ശോഭാ സുരേന്ദ്രനെ അങ്ങ് ഒതുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് V മുരളീധരന് ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് കൊടുക്കുകയും ചെയ്തു. എന്തായാലും അത് കഴിഞ്ഞിട്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടം മണ്ഡലത്തിലും അതിശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത്. CPM-ലെ കടകംപള്ളി സുരേന്ദ്രൻ, UDF-ൽ നിന്ന് ഡോക്ടർ SS ലാല്,
ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിശക്തമായ മത്സരമാണ് ഉണ്ടായത്. കഴക്കൂട്ടം നിയമവും കഴക്കൂട്ടവും നേടുമെന്നായിരുന്നു ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. നിയമം കൈവിട്ടു പോവുകയും ചെയ്തു. അത് കേരളത്തിലെ ബി ജെ പിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ സംഭവിച്ചതാണ്. പക്ഷേ കഴക്കൂട്ടം ആഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ നേടിയെടുക്കാമായിരുന്നു. കാരണം ശോഭാ സുരേന്ദ്രനെ ഒതുക്കുക എന്നുള്ളത് കേരള ബി ജെ പിയിലെ ഒരു വളരെ ശക്തമായ ഒരു നീക്കമാണ്. അതുകൊണ്ടാണ് വേണ്ട തരത്തിൽ ശോഭാ സുരേന്ദ്രന് കയറി വരാൻ കഴിയാതെ പോയത്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ നടത്തിയ പോരാട്ടത്തിലൂടെ വലിയ മുന്നേറ്റമാണ് കുറിക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് 2019 ആലപ്പുഴ മണ്ഡലത്തിൽ ബി ജെ പിയിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഡോക്ടർ KS രാധാകൃഷ്ണനാണ്. KS രാധാകൃഷ്ണന് അതിനകത്തൊരു വലിയൊരു മുന്നേറ്റം കുറിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ആ മുന്നേറ്റം ഒന്നുകൂടെ ശക്തമാക്കാനായിട്ട് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ ഇറങ്ങുമ്പോൾ സാധിക്കും എന്ന് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്. കാരണം അതിന് ഏറ്റവും വലിയ തെളിവായിട്ട് അവരെടുക്കുന്നത് ഈ ആറ്റിങ്ങൽ മണ്ഡലം തന്നെയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്ത ഒരു പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു കരുത്ത് അത് ആലപ്പുഴയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത്. കാരണം ആലപ്പുഴയിൽ ബി ജെ പിക്ക് അടിത്തറയുണ്ട്. ആ അടിത്തറ ഒന്നുകൂടി ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ വോട്ടിംഗ് നിലവാരം ഉയർത്താം. അതിനോടൊപ്പം തന്നെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആലപ്പുഴ നിയമസഭാ മണ്ഡലം തന്നെ നേടിയെടുക്കാമെന്നുള്ള കണക്ക് കൂട്ടലും ബി ജെ പി നടത്തുന്നുണ്ട്. ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ വോട്ടുകൾ ഉയർത്തുക എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷയില്ലാത്ത മണ്ഡലമായിരുന്നു ആലപ്പുഴ. അന്നോളം പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചിരുന്ന സ്വതന്ത്രർക്ക് പകരം പാർട്ടി ചിഹ്നത്തിൽ 2019 ഒരു സ്ഥാനാർത്ഥി എത്തി എന്നുള്ളതിലായിരുന്നു ബി ജെ പി പ്രവർത്തകരുടെ ആവേശം. ശബരിമലയും NSS നിലപാട് മണ്ഡലത്തിൽ ഏറെ നിർണായകമായി. 2014 ബി ജെ പിയോടൊപ്പം ഉണ്ടായിരുന്ന വെള്ളാപ്പള്ളി 2019 കൃത്യമായ നിലപാട് പറയാൻ തയ്യാറായിരുന്നില്ല. തുഷാർ സ്ഥാനാർത്ഥിയായി എത്തുമെന്ന അഭ്യൂഹങ്ങളൊക്കെ നിലനിന്നിരുന്നുവെങ്കിലും പക്ഷേ നറുക്ക് വീണതെന്ന് KS രാധാകൃഷ്ണനായിരുന്നു. അങ്ങനെ ബി ജെ പിക്ക് ആലപ്പുഴയിൽ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ആ അടിത്തറ വിപുലപ്പെടുത്താനും ശക്തമാക്കാനും ഒരു വിജയപ്രതീക്ഷയിലേക്ക് തന്നെ നീങ്ങാനും സാധിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന തുറുപ്പ് ചീട്ടിന് ആലപ്പുഴയിലേക്ക് ഇറക്കിയിരിക്കുന്നത്. ബി ജെ പി കേന്ദ്ര നേതൃത്വം ഒന്നും കാണാതെ ശോഭാ സുരേന്ദ്രനെ ഇറക്കില്ല. ശോഭാ സുരേന്ദ്രന് കേരളത്തിലെ ബി ജെ പി ഘടകം കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ വിജയത്തിലേക്ക് വരെ എത്തിക്കാൻ കഴിയുന്ന ഇടമായിരിക്കും ആലപ്പുഴ. എന്തായാലും ആലപ്പുഴയിലും മറ്റ് മണ്ഡലങ്ങളെ പോലെ തന്നെ, അതായത് തൃശ്ശൂരും തിരുവനന്തപുരവും പാലക്കാടും പത്തനംതിട്ടയിലും ഉണ്ടാകാൻ പോകുന്ന അതിശക്തമായ ത്രികോണ മത്സരം പോലെ തന്നെ ആലപ്പുഴയിലും അതിശക്തമായ മത്സരം ഉണ്ടാകും. വിപ്ലവത്തിൻ്റെ മണ്ണിൽ താമര വിരിയിക്കാനായിട്ടാണോ ശോഭാ സുരേന്ദ്രനെ ഇറക്കിയിരിക്കുന്നത്? ഉത്തരം തേടുകയാണ്.